إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആലു ഇമ്രാൻ 154-ാമത്തെ വചനത്തിന്റെ തന്നെ വ്യാഖ്യാനമാണ്. അതിന്റെ അവസാന ഭാഗം നോക്കൂ നിങ്ങൾ. ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അവതരിച്ചതാണ്. മുനാഫിക്കുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. അവർ പറയുകയാണ്, ഞങ്ങൾ വീട്ടിൽ തന്നെ അടങ്ങിയിരുന്നുവെങ്കിൽ ഞങ്ങൾ കൊല്ലപ്പെടില്ലായിരുന്നു, ഞങ്ങൾ അവിടെ നിന്നും യുദ്ധത്തിന് പുറപ്പെട്ടത് കൊണ്ടാണ് കൊല്ലപ്പെട്ടത് എന്നൊക്കെയാണ് അവിടെ വാദം. അതിനുള്ള മറുവാദമായി നമ്മൾ പറയുന്നു, കുൽ നബിയെ താങ്കൾ പറയൂ, ലൗ കുന്തും ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ആയിരുന്നുവെങ്കിലും, ലബറസല്ലദീന കുതിബ അലൈകുമുൽ ഖത്ൽ, ലബറസ നിങ്ങൾ പ്രത്യക്ഷപ്പെട്ട് വരിക തന്നെ ചെയ്യുമായിരുന്നു. അല്ലദീന എങ്ങനെയുള്ള, കുതിബ അലൈഹിം അവരുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നു, അൽ ഖത്ൽ കൊല എഴുതപ്പെട്ട ഒരു വിഭാഗമാണെങ്കിൽ അവർ വീടുകൾക്കുള്ളിലാണെങ്കിലും അവർ പുറത്തേക്ക് വരും. ഇലാ മലാജിഹിം അവരുടെ കിടപ്പ് സ്ഥാനത്തേക്ക് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട് കിടക്കുന്ന ആ സ്ഥാനത്തേക്ക് അവർ പുറപ്പെട്ടു വരിക തന്നെ ചെയ്യുമായിരുന്നു. അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതിന്, മാഫീ സുദൂരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത്, നെഞ്ചകത്തുള്ളതിനെ, വലിയുമഹിസ മാഫീ ഖുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെ ശുദ്ധീകരിക്കുന്നതിനും വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പ്രത്യേകമായ കാര്യങ്ങളൊന്നും അറിയുന്നതിന് വേണ്ടിയല്ല. ലോക ജനങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ ഇലാ യൗമിൽ ഖിയാമ ഒരു മാതൃക കാണിക്കാൻ ആരാണ് യഥാർത്ഥ വിശ്വാസി, ആരാണ് കപട വിശ്വാസി, ആരാണ് മനസ്സിൽ പലതും ഒളിച്ചു വെക്കുന്നത്, ആരുടേതാണ് മനസ്സിൽ ഒരു കറിയുമില്ലാതെ ഇരുമുഖമില്ലാതെ ഉള്ളും പുറവും ഒരുപോലെയുള്ള വിശ്വാസികൾ ആരാണ്, യഥാർത്ഥ വിശ്വാസികൾ ആരാണെന്ന് ലോക ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ ഒരുക്കുന്നത്. അതിനെപ്പറ്റിയാണല്ലോ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാഫീ സുദൂരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത്, വലിയുമഹിസ മാഫീ ഖുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെ അത് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. വല്ലാഹു അലീമുൻ അല്ലാഹു അറിയുന്നു, ബിദാത്തി സുദൂർ നെഞ്ചകത്തുള്ളത് അറിയുന്നവനാണ്. ഇതാണ് അല്ലാഹു ആ മുനാഫിക്കുകൾക്ക് കൊടുത്ത മറുപടി. ഒരിക്കലും നിങ്ങൾ വീടിൽ അടച്ചിരുന്നു കൊണ്ട് കൊല്ലപ്പെടാതിരിക്കില്ല, നിങ്ങൾ ആ കൊല്ലപ്പെടുന്ന സ്ഥാനത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു വരിക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.